ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി മൾട്ടി ലെയർ ചപ്പാത്തിയാണ്. ചോറും പാൽപ്പൊടിയും ആട്ടയും കൊണ്ടാണ് നമ്മളിന്ന് മൾട്ടി ലെയർ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. തരിയൊന്നുമില്ലാതെ അരച്ചെടുക്കാം. 1 കപ്പ് ചോറ് എടുത്തുകൊണ്ട് 2 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അളവ്. 1 കപ്പ് ചോറിന് 2 കപ്പ് ആട്ട. ഇനി നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ നന്നായി കുഴച്ചെടുക്കാം. പക്ഷെ കുറേ ടൈം നമുക്ക് പൊറോട്ടയൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായി കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക്. ഇനി ചപ്പാത്തി കല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നല്ല സോഫ്റ്റായിട്ട് വരും. അധികം വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന പോലെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി മാവിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. അതിനുശേഷം പരത്തിയെടുക്കാം. ഇനി സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. ഷേപ്പ് വേണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഷേപ്പ് വേണമെന്നൊന്നുമില്ല. നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കുക. തിന്നായി പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുക്കിംഗ് ഓയിലാണ്, വെളിച്ചെണ്ണ അല്ല. കുക്കിംഗ് ഓയിൽ വേണം, അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മേലെ പാൽപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫുൾ പാൽപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് നമുക്ക് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാൽപ്പൊടി എല്ലാം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലെയർ കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ മടക്കി എടുക്കണം. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ മടക്കി കൊടുത്ത് അതിന് മേലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും മറ്റേ സൈഡ് ഇങ്ങോട്ട് മടക്കി കൊടുത്ത് അതിൻ്റെ മേലെ വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്യാം. ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ആ സൈഡ് മടക്കിയെടുക്കാം. വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്യാം. പിന്നെ വീണ്ടും ഈ സൈഡ് അങ്ങോട്ടേക്ക് മടക്കിയെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ പരത്തിയെടുക്കാം. നമ്മൾ സ്ക്വയർ ഷേപ്പിലാണ് ചപ്പാത്തി വരിക. ഇനി നമുക്ക് ചപ്പാത്തി നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കാം. മാവ് ഒട്ടാതിരിക്കാനും ലെയർ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ റോളും നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. ഞാൻ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ചപ്പാത്തി ചുട്ടെടുക്കാം. ചുട്ടെടുക്കാൻ മേലെ ഓയിൽ വേണമെങ്കിൽ ഓയിൽ, അല്ലെങ്കിൽ നെയ്യാണെങ്കിൽ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. എല്ലാ ചപ്പാത്തിയും ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മളെ ലെയർ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ആ പാൽപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് നല്ല സ്വീറ്റായിട്ട് തോന്നും.
പിന്നെ ഇപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.